ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ 86/2025 നടന്ന ലേറ്റസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ബീം ആണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. അപ്പോൾ റിലീഫ് ഓഫ് ലക്നൗ വരച്ചത് ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ ആണ്. എന്ത് സമരവുമായി ബന്ധപ്പെട്ട്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഈ ചിത്രത്തെ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. അടുത്തത് ശരിയായ രണ്ട് പ്രസ്താവന അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എയും ബിയുമാണ്. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 മഹാത്മാഗാന്ധി ഇന്ത്യയെ തിരിച്ചെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ്. അപ്പം മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 ഇന്ത്യയെ തിരിച്ചെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനവുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ് തെറ്റായ പ്രസ്താവന. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 അപ്പം ഈ ഓപ്ഷൻ ശരിയാണ്. അപ്പം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 കയ്യൂർ സമരത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28. അപ്പോൾ കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28. പുന്നപ്പുറ വയലാർ സമരം നടന്നത് 1946. അപ്പോൾ പുന്നപ്പുറ വയലാർ സമരം 1946. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട 1941 മാർച്ച് 28. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15. താഴെ തന്നവയിൽ നിന്ന് ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ ബി സി ആണ് ശരിയായിട്ടുള്ളത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിന്താങ് പാർട്ടി. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിന്താങ് പാർട്ടി. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലായിരുന്നു. അപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിന്താങ് പാർട്ടി. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചത്. ഇവിടെ തെറ്റായ പ്രസ്താവന സി ആണ് തെറ്റായ പ്രസ്താവന. ബാക്കി 3 ശരിയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗിൽ ആണ്. അപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ നായകൻ എന്ന് വെച്ചാൽ ശുഭ്മാൻ ഗിൽ ആണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൽ അടിസ്ഥാനത്തെ മേഘങ്ങളെ തിരിച്ചറിയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. അത് നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. അപ്പോൾ കറുപ്പ് അഥവാ ഇരുണ്ട നിറമുള്ളത് നിംബസ് ആണ്. കറുപ്പ് അഥവാ ഇരുണ്ട നിറം നിംബസ്. നേർത്ത രൂപമാണ് സിറസ്. പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നത് ക്യുമുലസ്. ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുമായി കാണപ്പെടുന്നത് സ്ട്രാറ്റസ്. അപ്പോൾ നിംബസ് കറുപ്പ് അഥവാ ഇരുണ്ട നിറം, നേർത്ത രൂപം സിറസ്, പഞ്ഞിക്കെട്ട് പോലെ കാണുന്നത് ക്യുമുലസ്, ആകാശത്തിൻ്റെ സിംഹഭാഗം ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ സ്ട്രാറ്റസ്. താഴെ നൽകിയിട്ടുള്ളവയെ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമെന്ന് 1, 2, 4 ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെട്ടത്. ശരാശരി ഉയരം 600-900 മീറ്ററാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. പ്രധാനമായി ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെട്ടത്. ശരാശരി ഉയരം 600-900 മീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പളയിലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്.
അത് അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ക്രമപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൻ്റെ അനുസരിച്ച് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞ് മിസോസ്ഫിയർ, ലാസ്റ്റ് തെർമോസ്ഫിയർ ആണ്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. അപ്പോൾ ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ബിറ്റുമിനസ് ഇനത്തിൽപ്പെട്ടതാണ്. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ ആഴക്കട തുറമുഖമായി കണക്കാക്കപ്പെടുന്നത് സ്വാഭാവിക ആഴക്കട പ്രവാഹത്തിന് ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയും പേരുകേട്ട തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സവിശേഷത എന്താണ്? കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ ആഴക്കട തുറമുഖമായി കണക്കാക്കപ്പെട്ടതും സ്വാഭാവിക ആഴക്കട പ്രവാഹത്തിനും ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. പ്രസ്താവന 3 മാത്രമാണ് ശരി. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. അപ്പോൾ ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. അടുത്ത ക്വസ്റ്റ്യൻ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വ്യവസായിക മേഖല പരിഷ്കാരം എന്ന് പറയുന്നത് ഒട്ടേറെ വ്യവസായങ്ങളെ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. വ്യവസായ മേഖലയിലെ പരിഷ്കാരം എന്താണ്? ഒട്ടേറെ വ്യവസായങ്ങളെ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. അടുത്തത് ധനകാര്യ പരിഷ്കരണം എന്ന് പറയുന്നത് നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. ഇന്ത്യൻ ബാങ്കുകൾ, വിദേശ ബാങ്കുകളൊക്കെ നിലവിൽ വന്നു. അടുത്തത് വിദേശ വിനിമയ പരിഷ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി എന്നാണ്. വിദേശ വിനിമയ പരിഷ്കരണം ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം എന്ന് വെച്ചാൽ ഇന്ത്യ വ്യാവസായിക ഉൽപ്പാദനത്തെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ആരോഗ്യമാണ്. അപ്പം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്നവയെ തെറ്റല്ലാത്ത പ്രസ്താവന അത് ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 4ഉമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങളായിരിക്കും. ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു. അപ്പോൾ ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങളായിരിക്കും. 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവർ ഉൾപ്പെടാത്തത് എന്ന് വെച്ചാൽ ക്ലോഡിയ ഗോൾഡിനാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയവർ ആരൊക്കെയാണ്? ദാരോൺ എസ്മൊഗല്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. താഴെ കൊടുത്തിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടുപിടിക്കാനാണ് വെച്ചാൽ പെടാത്ത 2ഉം 4ഉമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതൊക്കെയാണ്? നിയമനിർമ്മാണ നടപടി ക്രമങ്ങളും നിയമവാഴ്ചയും നിയമനിർമ്മാണ നടപടിക്രമങ്ങളും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കൈക്കൊണ്ടവയാണ്. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1955. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1955. ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 1985 52ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 52ാം ഭേദഗതി 1985. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് കോട്ടയം ജില്ലയിലാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാലയാണ്. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാല. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ
മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കർശനമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഹനുമന്തറാവു കമ്മിറ്റി. അപ്പോൾ ഹനുമന്തറാവു കമ്മിറ്റി ശുപാർശ ചെയ്ത എന്തൊക്കെയാണ്? മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഹനുമന്തറാവു കമ്മിറ്റി. 77ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗമാണ് ഭാഗം 9A എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് 1, 2, 4 ആണ്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2006 സംഘടന ആരംഭിക്കുന്നത്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. അപ്പം ബ്രിക്സ് ഉച്ചകോടിയുടെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായി ആണ്. അതേപോലെ 2006 സംഘടന ആരംഭിക്കുന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ 1, 3 കൂടുതൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും സ്ഥിരമായ കാലാവസ്ഥയുമാണ്. അപ്പോൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങളാണ് കൂടുതൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും സ്ഥിരമായ കാലാവസ്ഥയും. മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരാണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത്. മലേറിയ രോഗത്തിന് കാരണം പ്ലാസ്മോഡിയം വൈവാക്സ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂമോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? ബ്യൂമോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് അമേരിക്ക. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപതനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? 2, 3 പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. ISROയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന 4 മാത്രമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രോജക്ട് ഡയറക്ടർ നികേഷ് ഷാജിയാണ്. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് എന്നാണ് 2023 സെപ്റ്റംബർ 2 ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നികേഷ് ഷാജിയാണ്. താഴെ കൊടുത്തിരുന്ന താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നതെന്ന് വെച്ചാൽ 3, 4 ശരിയായി ചേരുന്നത്. -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് -40 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. താപനിലയുടെ തോത് ആയ കെൽവിൻ സ്കെയിലിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിൻ്റെ അടിസ്ഥാനം? താപനിലയുടെ തോത് ആയ കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ചാൾസ് നിയമമാണ്.